ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ജനസംഖ്യയുടെ കാര്യത്തിൽ വലിയ വർധനമുണ്ടായ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ സംഘടിപ്പിച്ച മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ സെമിനാറിൽ വെച്ചാണ് അൻവർ ഈ കാര്യം വീണ്ടും ആവശ്യപ്പെട്ടത്. ജനസംഖ്യാ വർധനവ് കാരണം ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും സർക്കാർ സേവനങ്ങളിലെ കാലതാമസത്തിനും പരിഹാരമായിട്ടാണ് ജില്ലാ വിഭജനത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ജനസംഖ്യാ വർധനവ് മലപ്പുറം ജില്ല നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. 2001 സെൻസസ് പ്രകാരം 36 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന മലപ്പുറത്ത് 2011 അത് 41 ലക്ഷമായി ഉയർന്നു. നിലവിൽ 50 ലക്ഷത്തിനും മുകളിൽ ജനങ്ങൾ മലപ്പുറത്തുണ്ട്. കേരളത്തിലെ 8 ജില്ലകളുടെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് മലപ്പുറത്തെ ജനസംഖ്യ. ഈ വർധനവ് കാരണം സർക്കാരിന്റെ വികസന പദ്ധതികൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. സാധാരണക്കാർക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ വൈകുന്നു. ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടാണ് ജില്ലാ വിഭജനം എന്ന ആശയം വീണ്ടും ചർച്ചയാവുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും അൻവർ ഉയർത്തിക്കാട്ടി. ഓരോ വർഷവും +1 പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ സീറ്റ് പ്രതിസന്ധി നേരിടുന്നത് പതിവാണ്. വേണ്ടത്ര സീറ്റുകൾ ഇല്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ സാധിക്കുന്നില്ല. ഇത് കാരണം പല വിദ്യാർത്ഥികളും മറ്റ് ജില്ലകളിലേക്ക് പഠനം മാറ്റാൻ നിർബന്ധിതരാകുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വം അവസാനിപ്പിക്കണമെങ്കിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ആവശ്യമാണ്. ജില്ലാ വിഭജനം ഇതിനൊരു പരിഹാരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സർക്കാർ സേവനങ്ങളിലെ പോരായ്മകൾ ജനസംഖ്യയിലുള്ള വർധനവ് കാരണം മലപ്പുറം ജില്ലയിലെ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട്. ഇത് ഫയലുകൾ തീർപ്പാക്കുന്നതിലും പദ്ധതികൾ നടപ്പാക്കുന്നതിലും കാലതാമസം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. പുതിയൊരു ജില്ല രൂപീകരിക്കുന്നത് വഴി കൂടുതൽ സർക്കാർ ഓഫീസുകൾ വരും. കൂടാതെ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിനും ഇത് സാധിക്കും. ഇത് ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും സുതാര്യമായും ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കാൻ സഹായിക്കും. മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ആവശ്യം ഇത് ആദ്യമായിട്ടല്ല ഉയരുന്നത്. ഇതിനു മുൻപ് പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. SDPI ആയിരുന്നു ഈ ആവശ്യം ആദ്യമായി ഉന്നയിച്ച് ജനങ്ങളിലേക്ക് എത്തിയ രാഷ്ട്രീയ പാർട്ടി. പിന്നീട് PV അൻവർ MLA ആയിരുന്ന കാലത്തും സർക്കാരിനെതിരെ ഉന്നയിച്ച പ്രധാന വിഷയങ്ങളിൽ ഒന്ന് മലപ്പുറം ജില്ലയുടെ വിഭജനമായിരുന്നു. തിരൂർ ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. തിരൂർ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിലൂടെ മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കും. കൂടാതെ തീരദേശ മേഖലകളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങൾക്കിടയിലും തന്റേതായ നിലപാടുകളിലൂടെ ജനങ്ങൾക്കിടയിൽ സ്ഥാനമുറപ്പിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയും വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയും അദ്ദേഹം ജനകീയ നേതാവായി. മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതിലൂടെ അദ്ദേഹം മലബാറിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ പിന്തുണ നൽകുമെന്നാണ് വിലയിരുത്തലുകൾ. മലപ്പുറം ജില്ലയുടെ വിഭജനം മാത്രമല്ല മലബാറിലെ മറ്റ് ജില്ലകളോടുള്ള അവഗണനയും അൻവർ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട്, കണ്ണൂര്, പാലക്കാട് ജില്ലകളിലും സമാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിന് വേണ്ടി ഒരു റീജിയണൽ ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ നടപ്പാക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മലബാറിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ ഈ ജില്ലകൾ വിഭജിക്കണമെന്നും തിരൂർ, വടകര, ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങൾ ആസ്ഥാനമാക്കി പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തികവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ ജില്ലാ വിഭജനം ഒരു വലിയ വെല്ലുവിളിയാണ്. സാമ്പത്തികപരമായും രാഷ്ട്രീയമായും വലിയ മാറ്റങ്ങൾ അത് വരുത്തും. പുതിയ ജില്ല രൂപീകരിക്കുമ്പോൾ അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പുതിയ സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവ നിർമ്മിക്കേണ്ടി വരും. ഇതിന് വലിയ തുക ചിലവഴിക്കേണ്ടി വരും. കൂടാതെ രാഷ്ട്രീയമായി പുതിയ പ്രമുഖ നേതാക്കളുടെയും സ്വാധീനം കുറയ്ക്കുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. 2026 കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കെ സർക്കാർ ഈ ആവശ്യത്തെ എങ്ങനെ നോക്കിക്കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.